ഇറ്റ്സ് ടൈം ഫോർ കോഫി. പറയണത് പോലെ ദൈവത്തിനെ വിളിക്കാൻ സമയമായി. ഓ മൈ ഗോഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഥയിലെ കഥാപാത്രങ്ങൾ ഗോഷ്ഠികൾ സ്ഥായീഭാവമാക്കിയ ജോ, ഒരിക്കലും മനസ്സിലാകാത്ത ഭാഷ മാത്രം സംസാരിക്കുന്ന പൂജിത, എലി പുന്നല്ല് കണ്ട ഭാവങ്ങളുമായി വിനിൽ വെൺകുളം. ഷൂട്ട് എന്ന വ്യാജേന ആർക്കിടെക്റ്റിനെ കാണാനെത്തിയ ഓ മൈ ഗോഡ് ടീം ആർക്കിടെക്റ്റിന് കൊടുത്ത ഒരു ഉഗ്രൻ പണി. ശേഷം സ്ക്രീനിൽ. Oh my God! Today we are at a beautiful, small, cute and nice architecture office. And yeah, this is me Pujita, this is Joe, and this is നമ്മളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന വിനിൽ ചേട്ടൻ. അങ്ങനെ ബ്ലൂ ബോക്സിന്റെ ഇന്നത്തെ ടാർഗറ്റ് മിസ്റ്റർ ബിജോയ് ആണ്. എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണ്. ഇത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള ഓഫീസിൽ ഞങ്ങൾ ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ മനോഹരമായ വീടിൻ്റെ പ്ലാനുകളാണ്. ഈ പ്ലാനിൻ്റെ ഓഫീസാണല്ലേ, എന്താണെങ്കിലും ഇതിൻ്റെ ABCD ഞങ്ങൾക്ക് അറിയത്തില്ല. അറിയാവുന്ന ഒരാളുണ്ട്. പിന്നെ അറിയോ? ചെറുതായിട്ടറിയാം. അപ്പോൾ ഒരു ബന്ധമില്ലാത്ത ഞങ്ങൾ ഒരു വീടിൻ്റെ പണിക്ക് അല്ലെങ്കിൽ ഒരു ഓഫീസിൻ്റെ പണിക്ക് എത്തിയാൽ എങ്ങനെ ഇരിക്കുന്നു അത് കാണാൻ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. Busy ആയിരുന്നോ? See, actually the thing is that we're waiting for a friend. One more girl is there, so we've also been wanting to start or a office. Okay, but the kind of we really liked it. We have the floor plan with us. Will you just help us with the costing to give us your suggestion? Costing alle. Costing. ഞങ്ങളെ സാറ് ഇവിടെ ഇല്ല, ദുബായിലാണ്. അപ്പോൾ സാറ് 2 weeks കഴിയുമ്പോഴേക്ക്. അയ്യോ, 2 weeks നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ക്യാഷിൻ്റെയും പെട്ടെന്ന് പ്രോബ്ലം ഇല്ല. ഞങ്ങൾക്ക് നല്ലൊരു ആംബിയൻസ് ഫീൽ. ഞാനൊരു എക്സാമ്പിൾ തന്നെ, പപ്പായമായിട്ട് ആ ഫീൽ ഇല്ലെങ്കിൽ, പപ്പായ അറിയാം, ആഷിഖ് കപൂറിൻ്റെ ഒരു സ്റ്റുഡിയോ ചെയ്തൊക്കെ ആക്കിയിട്ടുണ്ട്. അല്ലല്ല, അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് കിട്ടിയാൽ മതി ഞങ്ങൾക്ക്. അല്ലാണ്ട് ഇതൊരു സ്പേസും ഫ്രീഡം, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ഫ്രീഡം ഞങ്ങൾ തരാം. അല്ല, ഞങ്ങൾക്ക് ഇത്രയൊന്നും വേണമെന്നില്ല. ഞങ്ങൾക്ക് ഒരു ആംബിയൻസാണ് ഞങ്ങൾ നോക്കുന്നത്. നിങ്ങൾക്കിത് ഡ്രോയിങ് ആക്കി ഇത് നമുക്ക് അറിയാൻ പറ്റും. അധികം ടൈമൊന്നും വേണ്ട. ഞങ്ങളെ സാറുണ്ടായിരുന്നെങ്കിൽ ഇത്രയധികം സ്പീഡായിരുന്നു. അത് കുഴപ്പമില്ല, നമുക്ക് അത്ര വെയിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും നമുക്കില്ലല്ലോ. വന്ന് ഇപ്പോൾ സൈറ്റ് അളക്കാനൊന്നും മാത്രമല്ല ടൈമൊന്നും. സൈറ്റ് അളക്കുക, അതിൻ്റെ ഒരു ഞാനൊരു കാര്യം പറയാം. ഇതിപ്പോൾ ഇവർ പറയുന്നത് 2 weeks എടുക്കുമെന്നല്ലേ? 2 weeks എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് ഇവിടെ പോയില്ലേ, മറ്റേ ഓഫീസ് കടവന്തരല്ല. ആ കടവന്തരമുള്ള രാമേശ്വരി കൊടുത്താലോ, പുള്ളി നല്ലോണം വരച്ചു വരുമല്ലോ. നിങ്ങൾക്കും വരച്ചതല്ലേ? പുള്ളി വരച്ച് പ്ലാനിങ് പക്കയാണ്. കുറ്റിയടി വരെ പുള്ളി നല്ലോണം ചെയ്യുന്നു. അങ്ങനെ വരയ്ക്കാനാണ് ഇപ്പോൾ ഡിപ്ലോമ പഠിക്കുന്ന ആ ഒരു പിള്ളേരെ രാമേശ്വരി അങ്ങനെയൊന്നും പറയുന്നില്ല, നല്ല സൂപ്പറായിട്ട് വരയ്ക്കും. ഞാൻ പറഞ്ഞിട്ട് കുഴപ്പമില്ല. 2 weeks ആണ്. നിങ്ങൾക്ക് ഇതിൽ വല്ല ഓൾട്ടറേഷൻസ് പറഞ്ഞുതരാൻ പറ്റും? ഓൾട്ടറേഷൻ പറയണമെങ്കിൽ തന്നെ മെയിൻലി നമുക്ക് ഇത് ഓട്ടോകാഡ് ഫയൽ കിട്ടും. ചോദിച്ചു നോക്കുമോ നിങ്ങൾ പോകാൻ പറ്റുമെന്ന്? അല്ല മാം, അതല്ല പ്രശ്നം. ഇപ്പോൾ ഇതിപ്പോൾ ഓൾട്ടർ ചെയ്യണമെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഓട്ടോകാഡ് ഫയൽ കിട്ടണം. അല്ല, ഇൻ കേസ് ഇപ്പോൾ സൈറ്റ് വിളക്കാണെങ്കിൽ ഞങ്ങൾ അന്നിപ്പോൾ മെഷർമെൻറ്റ് എടുത്ത് നമുക്കൊരു ഡ്രോയിങ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ സാറില്ലാത്തോണ്ട് നമ്മ അങ്ങനെ അല്ല, ഫോൺ വിളിച്ചു അങ്ങനെ സമയമില്ല. നിങ്ങൾ അത് മനസ്സിലാക്കും. ഇന്നലെ ഇപ്പോ നമുക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് കൊണ്ട് പ്രസന്റ് ചെയ്യണോ? ഞാനൊരു കാര്യം പറയാം. പെണ്ണുണ്ടോ? വേറെ ഒന്നുമില്ല. നല്ലൊരു ആർക്കിടെക്ട് വേണം. നമ്മള് ഒരു ഫ്രണ്ട് വ്യൂ എന്നുള്ള ഡ്രസ് നമ്മുടെ റിസപ്ഷൻ ഏരിയ വന്നത് അല്ലേ? ഇവിടെ ഞാൻ പറഞ്ഞു ടോയ്ലറ്റ് പറഞ്ഞു. അത് വേണ്ട, ഈ ഒരു ഏരിയയിൽ വേണ്ട. ഇവിടെ നമുക്ക് പ്ലാൻസ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ഐഡിയ. വാട്ട് ഡു യു തിങ്ക്? നമുക്ക് ഞാൻ പറയുന്നതല്ല, ഇവിടെ ഇത്രയും ഗസ്റ്റുകൾ വന്ന് നമുക്ക് ചെയർ ഇടുക. അതിടാം, ചെയർസ് വെക്കാം. മേ ബി സ്റ്റാൻഡിങ് ഫാനോ അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്ലോട്ടുണ്ട് ഇവിടെ എവിടെയെങ്കിലും ഇൻ കേസ് നമ്മൾ ഈ കോർണറിൽ ആക്സസ് ചെയ്യാനുള്ള സ്ഥലം കൊടുക്കണം. ഇവിടെ നിന്ന് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ ഇൻ കേസ് അയാൾക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നിയാൽ ഇത്രയും സ്ഥലം വരെ പോകണ്ടേ? നിങ്ങൾക്ക് വല്ലവരും കൈവശം തന്നിട്ടുണ്ടോ? തന്റെ ബോധമണ്ഡലം ജീർണിച്ചു തുടങ്ങിയല്ലേ? മനുഷ്യന്റെ അവസ്ഥയല്ലേ? എൻട്രിയിൽ ഉടനെ ബാത്റൂം ഇവിടെ ഈ കോർണറിൽ നമുക്ക് സ്റ്റുഡിയോ വെക്കാം. അതൊരു ഒഴിഞ്ഞ മൂല കിടന്നോട്ടെ.
ഒരു എൻട്രി എന്ന് വിചാരിച്ചോ, നമുക്ക് ഇത്ര ഒരു സ്പേസ് ഈ ഇതിലുള്ള വോൾ പെയിന്റ് ചെയ്യുക. ഞാൻ എൻ്റെ ആംബിയൻസ് പറഞ്ഞുതരാം. ഇതിലൊരു 3-4 LCD മോണിറ്റേഴ്സ് വെക്കുക, ആ വോളിൽ മൗണ്ട് ചെയ്തിരിക്കുക. ചെറിയൊരു എൻട്രി ഇതിനകത്തോടെ. നമ്മുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ്. നിങ്ങളൊരു ഐഡിയ ഒന്ന് വരച്ചു തരോ, എന്നിട്ട് കോസ്റ്റിംഗ് പറഞ്ഞുതരോ. ജസ്റ്റ് ഓക്കെ, സപ്പോസിങ് നമുക്കൊരു ഐഡിയ കിട്ടിയാൽ മതി. അപ്പൊ നമുക്കൊരു സൈറ്റ് വിസിറ്റ് ചെയ്യണം. ഞാൻ സൈറ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ പോയിട്ട് കണ്ടിട്ട് വരോ? ഈ ആഴ്ച വിട്ടേക്കാം. നമുക്ക് ഇന്ന് അത് മതി. കാരണം ചടപടെന്ന് വെച്ചാൽ അതിന് ടൈം നമ്മുടെ സമയം കൂടെ ഒന്ന് മനസ്സിലാക്കി. ടോട്ടൽ ഒരു 7 സെന്റ് ഉണ്ട്. 7 സെന്റ് സ്ഥലമുണ്ട്. 7 സെന്റിനകത്ത് ആണ് നമുക്ക് ഈ സ്ക്വയർ ഫീറ്റ് വരേണ്ടത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഒരു ഊഹം വെച്ചിട്ട് ഏകദേശം എത്ര പ്ലാൻ ചെയ്യാൻ പറ്റും? സപ്പോസ് ഈ 2500 സ്ക്വയർ ഫീറ്റ് നിങ്ങൾ തന്നെ ഡിവൈഡ് ചെയ്തു. ലെങ്ത്തും ഇറ്റ്സ് ലൈക്ക് എ സ്ക്വയർ ഫീറ്റ്. ഐ മീൻ സ്ക്വയർ ടൈപ്പ് ആണ്. സ്ക്വയർ ആണ്, പക്ക സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെ ഞാൻ വരച്ചിട്ട് നമ്മുടെ കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് വരയ്ക്കാൻ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു പ്ലാന് തച്ചുശാസ്ത്ര പ്രകാരം ഇത് തെറ്റാണ് സാധനം. അല്ല, നമുക്കത് വേണമെങ്കിൽ ക്ലയന്റുള്ള നമുക്ക് അല്ല, നമ്മൾ ആ ഒരു ഇതും കൂടെ നമ്മൾ ചിന്തിക്കണം, തച്ചുശാസ്ത്രം കൂടെ നോക്കണം. അല്ലാതെ നമ്മളൊരു ബിൽഡിംഗ് വെച്ചിട്ട് വെറുതെ കാര്യമില്ല. നമുക്ക് ഈ തച്ചുശാസ്ത്രം വാസ്തു നമ്മൾ നോക്കി. ഇപ്പൊ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ വാസ്തു നോക്കിയാ ചെയ്യിക്കണേ. ഇപ്പൊ ലോബി എന്ന് പറയും, ആക്ച്വലി ലോബിക്ക് വലിയ ചേഞ്ച് ഒന്നും വരുന്നില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ലോബി ഇങ്ങനെ തന്നെ ആയിട്ട് എടുക്കാം. വിത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലോബിയിലെ ഒരു പേര് തരാം. കാരണം നമ്മളൊരു പ്ലാനിൽ റെഡ് ഇട്ട് വരയ്ക്കുന്നത് തന്നെ അതൊരു ഡേഞ്ചറാണ്. ലോബി സെയിം തന്നെ, ചേഞ്ച് ഒന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് ഒരു 1.2 വിട്ടിട്ട് നമുക്കിവിടെ ഒരു ഓപ്പണിങ് കൊടുക്കാം. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ സാറിന് റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എത്ര 4 സ്റ്റാഫ് അല്ലേ, 4 സ്റ്റാഫ് ഇരിക്കണ ഒരു ക്യാബിൻ പോലെ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ ഇത്ര വീതിക്ക് ചെയ്യാം. പിന്നെന്താ റിക്വയർമെന്റ് സാർ? അങ്ങനെ ക്രിയേറ്റീവായിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ. നമുക്ക് ഇതൊരു കയറുമ്പോൾ തന്നെ ഒരു ക്രിയേറ്റീവ് ആംബിയൻസ് ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും ടെക്സ്റ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലും അത് പിന്നെ ചെയ്യാവുന്ന കാര്യം. ഫസ്റ്റ് ഞാൻ കണ്ടത് റിസപ്ഷനിൽ കയറുമ്പോൾ തന്നെ ഗോൾ മോഡൽ ഒരു TV അതൊരു 4 എണ്ണം. ഇവിടെ ഒരു റിസപ്ഷൻ പോലെ ഇവിടെ സൈഡിലായിട്ട് കൊടുക്കാം. 2 സൈഡിലായിട്ട് 2 സ്റ്റാഫിനെ വെച്ചെടുക്കാം. റിക്വയർമെന്റ് ഇപ്പൊ നമുക്ക് അങ്ങനെ. അപ്പൊ ഇങ്ങനെ ഒരു ഫ്ലോർ വന്നു. ഏറ്റവും മേളില് നമുക്ക് വേണമെന്ന് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും പാർട്ടീഷൻ ചെയ്തെടുക്കാമല്ലോ. അല്ല നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് എന്തുവേണമെങ്കിലും ചെയ്തെടുക്കാം. സൈഡ് ഇപ്പൊ ഇത്ര വലിയൊരു ഓപ്പൺ സ്പേസ് ആണെങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇനി ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പാർട്ടീഷൻ ചെയ്ത് ഈ ബോക്സ് പോലെ ആക്കി എടുക്കാം. ഓക്കെ, കുഴപ്പമില്ല. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ ഫ്ലോർ പ്ലാനിൽ തന്നെ ഫുൾ കുത്തിവരച്ചിട്ട് തന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുക്കണം വാഷ്റൂം എല്ലായിടത്തും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ അങ്ങനെ കൊടുക്കാം. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു നിങ്ങളുടെ സാറ് പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും ഡിപ്ലോമാറ്റിക് ആയിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ അപ്പർ ഫ്ലോർ ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടോ? മേളത്തെ അത് എടുത്തിരുന്നോ? ഏതാ അതിന്റെ മേളിൽ keep that in such a way that dance practice നടക്കാൻ പറ്റുന്ന രീതിയിലും കൂടെ വെക്കാൻ പറ്റും. ഡാൻസ് ഒക്കെ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ ഷോസ് ഉള്ള സമയത്ത് എല്ലാരും കൂടെ വേണ്ടേ? സാർ ഇങ്ങനെ ദേഷ്യം പിടിച്ചോണ്ട് കാര്യമില്ലല്ലോ അല്ലേ? ഓപ്പൺ ടെറസ് ആക്കാൻ പറ്റും. എന്തെങ്കിലും അപ്പൊ വെയിലുണ്ടാവില്ലേ? ഉണ്ട്. പകരം വേറെ എന്തെങ്കിലും റൂഫിംഗ് ഷീറ്റ് ചെയ്യാലോ. എന്തെങ്കിലും ചെയ്തിട്ട് ഇതൊക്കെ കൂടി ഏകദേശം എത്ര വരും? ഏകദേശം റൗണ്ട് പറഞ്ഞാൽ കേട്ടോ, ഏകദേശം ഒരു 3.5 ലക്ഷം. ഓക്കെ, 45 lakhs ഒക്കെ മൊത്തം കൂടെ അല്ലേ പറഞ്ഞു? ഫുള്ളല്ലേ പറഞ്ഞു? ഇന്റീരിയർ ഉൾപ്പെടെ നമ്മ പറയണ മെറ്റീരിയൽ TV ഒക്കെ വരുമല്ലോ. നമുക്ക് ഒരു 25
25 അത്ര സാധനം കുറയും, അത് ചുരുക്കും. ഇപ്പം ഇത്രയും ഇത് വേറെ കാര്യം, ഇതിന് ടോട്ടൽ എത്ര പാക്കറ്റ് സിമെന്റും മണലും കയറും? അത് നമുക്കൊന്ന് കണക്കൂട്ടാമല്ലോ. അതിങ്ങനെ കണക്കൂട്ടാൻ പറ്റത്തില്ല. എന്താ പറ്റാത്ത? അതെങ്ങനെ കണക്കൂട്ടും? സിമെന്റ് നമുക്കിപ്പോ നോർമൽ ബിസിനസ് നമുക്ക് സിമെന്റിന്റെ മണലിന്റെ കണക്കറിയാമല്ലോ. ഒരു കാര്യം ചെയ്യും, 45 അല്ലേ പറഞ്ഞത്. ഞങ്ങളിത് നേരത്തെ ഡിസ്കസ് ചെയ്യാതെ ഇതൊന്നും പറയാതെ അവർ പറഞ്ഞത് 48ആണ്. അല്ല, ഓപ്പണായിട്ട് പറയുക. പക്ഷേ ഇതിൽ കൂടാൻ പാടില്ല കേട്ടോ. ഞങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്താൽ ഇതിപ്പോൾ ഞാനൊരു വേറൊരു കാര്യം പറയട്ടെ. ഈ 45 എന്നുള്ളത് ഞങ്ങളൊരു 60 രൂപയ്ക്ക് പിടിച്ചു തരട്ടെ. ഒരു 15 ഞാൻ പിന്നെ ഇവിടെ തരാം. ഈ 45 എന്ന് പറഞ്ഞത് 60 രൂപയ്ക്ക് വർക്കാക്കി തരാം. വരാൻ വേണ്ട. ഇത് 15 ഞങ്ങളുടെ കയ്യിൽ തന്നാൽ മതി. ഞങ്ങൾ ആ വർക്കിനകത്ത് ഇടപെടത്തുമില്ല. എന്താണെന്ന് വെച്ചാൽ ക്യാഷ് ഡീലിങ്ങൊന്നും നമ്മൾ സംസാരിച്ച് നമുക്ക് സാറിനോട് ഡയറക്റ്റ് സാറിനോട് സംസാരിക്കേണ്ടി വരും. എന്താ നിങ്ങൾ കാര്യം ചെയ്യും, എനിക്ക് നമ്പർ കാര്യമുണ്ട്. ഞാൻ സാറായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും സാറായിട്ട് കോണ്ടാക്ട് എന്ന് പറയാം. നമ്മൾ ഒരു ഫ്ലോർ പ്ലാൻ കൊടുത്തു, ഒരു കോസ്റ്റിംഗ് വേണമായിരുന്നു, അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസൈൻ ചെയ്തത് നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അതിനകത്ത് നമുക്കത് മാറ്റി ചെയ്യണം. അപ്പോഴല്ല ഞങ്ങൾ കൊണ്ടുവന്നത്. ഇതിൻ്റെ അടിയിൽ ഫൈനൽ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ 45 ആണ് അപ്രോക്സിമേറ്റ്ലി പറയുന്നത്. ഞാൻ എൻ്റെ ഓപ്പണായിട്ട് ആദ്യം പറയാറ്, ഞങ്ങൾ 60 രൂപയ്ക്ക് ഇത് വർക്ക് പിടിക്കും. ബാലൻസ് ഞങ്ങൾക്ക് തരുമെന്നുള്ളതാണ്. 45 പുള്ളി കോട്ട് ചെയ്ത് പറഞ്ഞ എമൗണ്ട് മൊത്തം 3 ഫ്ലോറൂടെ കൂട്ടിയിട്ട് 60 ഞങ്ങൾ അവിടെ നിന്ന് മേടിക്കുന്ന പൈസ. ഞങ്ങൾക്ക് ഇടയ്ക്കുന്ന ഒരു കമ്മീഷൻ വേണമല്ലോ. ചെയ്തിട്ടുണ്ടാവുള്ളൂ. 15 രൂപ ഞങ്ങളുടെ കയ്യിലോട്ട് തരുവാണെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ പിന്നെ ആദ്യത്തെ ഒരു 1 lakh പഴയ 500 നോട്ട് വെച്ച് ഡീൽ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ പേ ചെയ്യാം. കൺഫ്യൂഷൻ ആയല്ലോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. അതെല്ലാം ഞാനില്ലെന്ന് നമ്മൾ അത്രയും മോശക്കാരായോ? എന്റെ അമ്മു ഞാനില്ലാന്നൊക്കെ പറയാ. എനിക്കത്ര കോൺഫിഡൻസ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര നേരം നമ്മൾ ഇരുത്തി കളിയാക്കിയ മാതിരിയാ. എന്തോ ഉള്ളി വെച്ച് സംസാരിക്കണം. തീർച്ചയായിട്ടും ഇത്ര നേരം ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മളെ കളിയാക്കിയ രീതിയിലാണ്. പിന്നെ അല്ലാണ്ട് എനിക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അത് ആദ്യം പറയുന്നത് കോൺഫിഡൻസ് ഇല്ലാന്ന്. അതൊക്കെ പറയാമല്ലോ. നമ്മൾ ഇത്ര നേരം അങ്ങനെ പറയാൻ പറ്റില്ല. പുള്ളി കോസ്റ്റിംഗ് ആണ്. പുള്ളി നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടിരുന്നേ ഉള്ളൂ. നിങ്ങൾ ആദ്യം പറയണം. നിങ്ങൾ വർക്ക് എടുക്കുന്നതിൽ പുറത്ത് പറയാനല്ലോ കേട്ടോ. നമ്മളിങ്ങനത്തെ ഡീല് വർക്ക് ഇവരൊന്നും പറയില്ല. അത് അങ്ങനത്തെ അവസ്ഥയായി. അല്ല, അത് കുഴപ്പമില്ല. ഈ ഓഫീസിൽ ഞാൻ ഇപ്പോൾ പറയണത് ഇപ്പോൾ ഡിസൈൻ എല്ലാം സാറാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് എസ്റ്റിമേഷൻ്റെ റേറ്റ് ആണ്. അപ്പോൾ എസ്റ്റിമേഷൻ്റെ റേറ്റ് ഇപ്പോൾ സാറിൻ്റെ ഡിസൈൻ പ്രകാരം എങ്ങനെയായിരിക്കും എന്നുള്ളത് സാറിനോട് സംസാരിക്കേണ്ടി വരും. ഇൻ കേസ് ഇവിടെ വെച്ചാൽ ചെയ്യുന്നത് വർക്ക് ഞങ്ങൾക്ക് തരാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യും സാർ. അപ്പോൾ വൈകുന്നേരം ഞാൻ സാറുമായിട്ട് സംസാരിച്ചിട്ട് സാറ് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ലേ? ഇല്ല, അത് ഒരു ഓണർ ഇല്ല, ഒരു ബോസ് ഇല്ല. അല്ല, എൻ്റെ അടുത്ത് പറഞ്ഞു കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓഫീസിലിരിക്കാം. അല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ നല്ല ഡീസൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. പറഞ്ഞത് ഞാനിപ്പോൾ ഒരു ഓഫീസിലിരിക്കാം. എനിക്ക് സാറ് പറഞ്ഞാലാണ് ഫൈനലായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് പറയണം. സാറിന് നമ്പർ ഒന്ന് തരുമോ? അല്ല സാർ, അവരാ വിളിക്കുക. അത് ഒഫീഷ്യലായിട്ട് ശരിയല്ല. അല്ല, ഒഫീഷ്യലായിട്ട് വിളിക്കണ്ട. ഞാൻ പറഞ്ഞിട്ട് ഇതുകൂടെ ഒന്ന് പറഞ്ഞേക്കണേ പുള്ളി അടുത്ത് കേട്ടോ. സാറ് നോ പറയണ കുഴപ്പമില്ല. ഞാൻ ഇത് പിന്നെ വേറെ ആൾക്കാരോട് പറയാൻ നിൽക്കണ്ട. നമ്മളോട് പേഴ്സണലി വിളിച്ചാൽ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല.
ഇനിയിപ്പോൾ എത്ര വർഷമായി ഇവിടെ? 3 years. ഓള് വന്നില്ല, ഇപ്പം മെസ്സേജ് വന്നിട്ടേക്കാം. പൂജിത I've met many people, പക്ഷേ ഇങ്ങനെ നമ്മൾ ആരും ഓപ്പൺലി ഓൺ ഫേസ്. എന്നൊരു കാര്യം ചോദിച്ചോട്ടാ, അതന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വേറെ കാര്യം ചോദിച്ചോട്ടെ. പുള്ളിയുടെ പേരെന്താണ്? ബിജോയ്. ബിജോയ്. ബിജോയ് നമുക്ക് ഞാൻ പറഞ്ഞേക്ക് പൂജ He was using abusive language ഇപ്പോൾ. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഇതിനകത്ത്? എസ്പെഷ്യലി ഇപ്പൊ ഇനി ഇതെല്ലാം കൂടുതൽ ഇവർ തമ്മിൽ ജോലിക്ക് നേരത്തെ അറിയാവൂ? പക്ഷേ ഞാൻ ഷൂട്ടിന് അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ നമ്മൾ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങൾ how can you use bad language? ഫേമിന്റെ പേരെന്താ? ഫേമിന്റെ പേരില്ല. അത് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നു, നമ്മളെ പറ്റി അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതാണോ? ഞാൻ ഇങ്ങനത്തെ കുറെ മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഐ വുഡന്റ് ഗോ ഡൗൺ ടു ഹിസ് സ്റ്റാൻഡേർഡ് ടു സേ സച്ച് തിങ്സ്. ഓക്കെ, ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഇരുന്ന് അത് ക്ലിയർ ചെയ്യേണ്ടതല്ലേ? എന്നിട്ട് അങ്ങോട്ട് മാറിപ്പോയി വേറെ സംസാരിക്കണ്ടേ? ബ്ലൂ ബോക്സിന് നിങ്ങളുടെ കമ്പനിനെ ടാഗ് ചെയ്തിട്ട് #. പിന്നെ അല്ലാതെ നിങ്ങളുടെ സ്റ്റാഫല്ലേ? ഇവിടെ നിങ്ങളുടെ ഓഫീസിൽ നിന്നാണ് നമ്മൾ ഇതിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി 2 അടി അടിച്ചിരുന്നെങ്കിലും കൊള്ളായിരുന്നു. ഒരു അനാവശ്യം പറയേണ്ട ആവശ്യം എന്താ? പിന്നല്ല, വേറെ വിധ സെറ്റിലൊക്കെ ആണെങ്കിൽ നല്ല കിട്ടിയാണ്. ഇപ്പൊ നിങ്ങളായതുകൊണ്ടാണ് I don't know how you're even being quiet. പറ്റില്ലല്ലോ, ശരിയല്ല. കുറച്ചൊക്കെ നിങ്ങൾ ലേഡീസിനെ റെസ്പെക്ട് ചെയ്യണം. എന്താ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. I'll tell her what happened. എന്തായാലും പറഞ്ഞേട്ടാ. പറഞ്ഞു അല്ലല്ല, പറഞ്ഞേട്ടാണ്ട് നമ്മളെല്ലാം കേൾക്കണം. പൂജു ഇതുവരെ ആരും കേട്ടിട്ടില്ല. You know what he called me? Anyway, ഇത് ശരിയാവില്ല. ഞാൻ എന്തായാലും പോലീസിനോട് പറയാൻ പോവാ. നോൺസെൻസ്. ഇത് ഓ മൈ ഗോഡിന്റെ പ്രോഗ്രാമാണ്. അങ്ങനെ ബ്ലൂ ബോക്സ് ആർക്കിടെക്ചർ ഫേമിൻ്റെ ഓണേഴ്സായ ജോബിൻ സർ, ഷമി മാം ആൻഡ് മനോജ് പണി കൊടുത്ത ആളാണ് ഇദ്ദേഹം. സോ ഹൗ ഡു യു ഫീൽ? ഭയങ്കര പണിയായി പോയിട്ടാണ്. പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വളരെ രസകരമായിട്ടൊരു മനുഷ്യനെ പരിചയപ്പെടാൻ സാധിച്ചെന്ന് തോന്നുന്നു. എത്ര മോഹപ്രതിഫലങ്ങൾ കൊടുത്തിട്ടും സ്വന്തം കമ്പനി ഒറ്റുകൊടുക്കാതെ സ്വന്തം, പക്ഷേ ഇൻഡിവിജ്വലായിട്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരുപാട് സന്തോഷം ബ്രദർ. ഒന്നും ഫീലായിട്ട് എടുക്കരുത്. നല്ല ഓഫീസ് വർക്ക് ഇങ്ങനെ തന്നെ പോട്ടെ. ഇങ്ങനെ തന്നെ ഈ ബിസിനസ് സ്ഥാപനത്തിൽ ഇത് പൂട്ടുന്നിടം വരെ കൂടെ ഉണ്ടാവട്ടെ. ഇതിന് മെയിൻ ഒരാളുണ്ട്. ഇദ്ദേഹമാണ് നമുക്ക് വേണ്ടിയിട്ടെല്ലാം. നിങ്ങൾക്ക് കഥാപാത്രമായിട്ട് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് സന്തോഷം. നമ്മൾ മെയിനായിട്ട് ഈ പുള്ളിയെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം എന്താ? കൂട്ടത്തിൽ ഏറ്റവും സിൻസിയറാണ്, പാവമാണ്, എല്ലാവരുടെയും കാര്യത്തിൽ എല്ലാവരോടും സിമ്പതിയും കാര്യങ്ങളുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഈ സ്പിരിറ്റ് നിങ്ങളുടെ ഈ ഓഫീസിൽ ഇത്ര എല്ലാം ഒരുപാട് പേരില്ലേ, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ബ്രദർ. താങ്ക് യു. സി യു. ഇനി പുതിയ പണികളുമായി പുതിയ ഓഫീസിൽ കാണാം.